IRGC ഗുഡ്സ് ഫോഴ്സ് തലവനായിരുന്ന ഇസ്മായിൽ ഗാനി എന്നയാളായിരുന്നു ആയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്താൻ വേണ്ട നിർണായക സഹായങ്ങൾ ഇസ്രായേലിന് ചെയ്തതെന്ന വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉന്നത ജനറലായ ഇസ്മായിൽ ഗാനിയാണ് മൊസാദിന്റെ ചാരനായി പ്രവർത്തിച്ച് മതഭീകരതയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കാൻ ഇസ്രായേലിനു വേണ്ടി മുൻപന്തിയിൽ നിന്നത്. 2020 US വ്യോമാക്രമണത്തിൽ മുൻ ഗുഡ്സ് ഫോഴ്സ് കമാൻഡർ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനു ശേഷം അയാൾക്ക് പകരക്കാരനായി വന്നയാളായിരുന്നു ഇസ്മായിൽ ഗാനി. അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാണ് ഇറാനിയൻ പരമോന്നത നേതാവും സ്വേച്ഛാധിപതിയുമായ ആയത്തുള്ള ഖമേനിയെയും കൂട്ടരെയും കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇസ്രായേൽ അവരുടെ താവളത്തിൽ തന്നെ കൊലപ്പെടുത്തിയത്. ഇത് ലോകചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ചാരവൃത്തികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. മൊസാദിനെ പ്രതിരോധിക്കാനായി ഉണ്ടാക്കിയ സൈനിക സംഘടനയുടെ നേതാവ് മൊസാദിന്റെ തന്നെ ചാരനായി മാറിയെന്നത് ലോകത്താർക്കും ചിന്തിക്കാൻ കഴിയാത്തത്ര അത്ഭുതമായി മാറിയ ഘട്ടത്തിൽ അയാളെ ഇറാനിയൻ സൈന്യം വധിച്ചുവെന്ന വാർത്തയുമായി ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഖമേനിയും കൂട്ടരെയും വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച ആ നിർണായക സമയത്തിന്റെ അരമണിക്കൂർ മുമ്പ് വരെ ഇസ്മായിൽ ഗാനി ഖമേനിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഖമേനിയുടെ കൊട്ടാരം ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടാകുന്നതിന് മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ഗാനി അപ്രത്യക്ഷനായി. മരിച്ചവരുടെ പേരുവിവരങ്ങളിലൊന്നും ഗാനിയുടെ പേരില്ലായിരുന്നു. ഇസ്മായിൽ ഗാനി എവിടെയെന്ന് ഇറാനും അന്വേഷണം നടത്തുമ്പോഴാണ് തങ്ങൾ ലക്ഷ്യമിട്ടവരെല്ലാം കൊല്ലപ്പെട്ടു എന്ന ഇസ്രായേലിന്റെ പ്രസ്താവന പുറത്തുവന്നത്. ആ പേരുവിവരങ്ങളിലും ഗാനി ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായപ്പോഴാണ് വാസ്തവത്തിൽ ഗാനി ആരായിരുന്നുവെന്ന് നടുക്കത്തോടെ ഇറാൻ തിരിച്ചറിഞ്ഞത്. തങ്ങളുടെ ആത്മീയാചാര്യനൊപ്പം അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് തലപ്പത്ത് നിലകൊണ്ടയാൾ ഇസ്രായേലിന്റെ ചാരനായിരുന്നുവെന്ന ക്രൈം ത്രില്ലർ സിനിമകളെ വെല്ലുന്ന വാർത്ത പുറത്തായതോടെയാണ് ഗാനിയെ കൊലപ്പെടുത്തിയെന്ന വ്യാജവാർത്തയുമായി ഇറാൻ രംഗത്തെത്തിയത്. എന്നാൽ കാലങ്ങൾ നീണ്ട തങ്ങളുടെ ലക്ഷ്യത്തെ വെറും 60 സെക്കൻഡുകൾ കൊണ്ട് സാധ്യമാക്കാൻ മുൻകൈയെടുത്ത ഇസ്മായിൽ ഗാനി ഇപ്പോൾ അതീവ സുരക്ഷിതനായി ഇസ്രായേലിൽ കഴിയുന്നു എന്ന വാർത്ത ഇസ്രായേലിലെ വാർത്താ ഏജൻസി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല, ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ തുടങ്ങിയ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ നേതാക്കന്മാരെ അവരുടെ താവളത്തിൽ കയറി വധിച്ച ഇസ്രായേലിന്റെ ഓപ്പറേഷനുകളിൽ നിർണായക വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നിന്നയാളായിരുന്നു ഗാനിയെന്നും ഇസ്രായേൽ വെളിപ്പെടുത്തിയത് കേട്ട് ലോകം മുഴുവൻ അമ്പരന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുണ്ടാക്കിയ ഏറ്റവും ചെറിയ യൂണിറ്റിൽ പോലും തങ്ങളുടെ ചാരന്മാരെ കയറ്റിക്കൊണ്ടാണ് ലോകത്തെ അമ്പരിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വിപുലവും ശക്തവുമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമായി മൊസാദ് നിലകൊള്ളുന്നത്. ഇറാന്റെ ഗുഡ്സ് സേനയിൽ മൊസാദിന്റെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദിനെജാബ് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഏതായാലും ഖമേനിയുടെ കൊലപാതകത്തെക്കാൾ ഇറാനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നത് IRGC തലവന്മാർ തന്നെ മൊസാദിന്റെ ചാരന്മാരായി മാറി എന്നതാണ്. ആരാണ് അനുയായി, ആരാണ് ചാരൻ എന്നറിയാതെ നട്ടം തിരിയുകയാണ് ഇറാൻ ഇപ്പോൾ.